നോർത്ത് ഇന്ത്യൻ കള്ളന്മാരാണെന്നറിയില്ല, ട്രെയിനിന്റെ ചെയിൻ വലിച്ചെറിഞ്ഞിട്ട് ഒരു കൂട്ടം ആൾക്കാർ ഇറങ്ങി ഓടണം. നമ്മുടെ ട്രെയിനിൽ രാത്രി ആയപ്പോ കുറച്ച് ആൾക്കാർ ചെയിൻ വലിച്ചിട്ട് നേരെ ഇറങ്ങി ഓടിയ ഒരു 10-20ഓളം ആൾക്കാരുണ്ട്, ഫുള്ള് ഇറങ്ങി ഓടിയ. Someone pulled the chain. We are currently at Amla Junction. Someone pulled the chain. ഇനിയുള്ള 4 സ്റ്റേഷനുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഭോപ്പാലി അങ്ങനെ 1-2 സ്റ്റേഷനുകൾ രാത്രി നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ലഗേജ് പോകാനുള്ള സാധ്യതയുണ്ട്. पुलिस वाले आएंगे, दिखाओ इनको. പോലീസ് വന്നാ ഏതായിട്ട് കർണാടകയിൽ ഹുബ്ലി വഴി ആരെങ്കിലും ട്രെയിൻ യാത്ര ചെയ്യണവരുണ്ടെങ്കിൽ ഈ ഒരു പേടയെന്ന് കഴിച്ചു നോക്കുക, അടിപൊളി ഒരു ഐറ്റമാണ്. അങ്ങനെ ഇതാ രാജസ്ഥാനിലേക്കുള്ള യാത്ര ഇവിടുന്ന് തുടങ്ങിയേട്ടാ. നമ്മൾ ബാംഗ്ലൂരിലെ യശ്വന്തപൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഈ രാജസ്ഥാൻ യാത്ര തുടങ്ങണത്. കേരളത്തിൽ നിന്നൊക്കെ ഡൽഹിക്ക് പോകുന്ന ട്രെയിനിൽ ഫുള്ള് ഭായിമാരായിരിക്കും, പക്ഷെ ഈ ബാംഗ്ലൂരിൽ നിന്ന് എടുക്കണ ഈ ഒരു ട്രെയിനിന്റെ ജനറൽ കോച്ച് വേണ്ട, ഇത് ഡൽഹി വരെ ഈ ട്രെയിൻ ഇങ്ങനെ തന്നെ ഫ്രീ ആയിരുന്നിട്ടാ. 6 സംസ്ഥാനങ്ങളിലൂടെയുള്ള ഒരു മനോഹരമായ ഒരു ട്രെയിൻ യാത്രയാണിത്. കർണാടകയിൽ നിന്നും തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് നേരെ ഡൽഹിയിലേക്കാണ് നമ്മുടെ ഈ ഒരു ട്രെയിൻ എത്തുന്നത്. മാറുന്ന കാഴ്ചകളാണ്, ഓരോ സ്ഥലങ്ങളിലെയും കാഴ്ചകൾ, അടിപൊളി കാഴ്ചകളാണ് ട്രെയിനിലിരുന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. നോർത്ത് ഇന്ത്യയിലേക്ക് ഒരു ട്രെയിൻ യാത്ര ചെയ്യാൻ പറ്റിയ അടിപൊളി സമയമാണ് ഇപ്പം. നല്ല തണുപ്പും കാര്യങ്ങളും, നല്ല വെതറാണ് നോർത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും. കോടമഞ്ഞിലൂടെയൊക്കെയാണ് നമ്മുടെ ട്രെയിൻ പല സ്ഥലങ്ങളിലൂടെയും കടന്നു പോകുന്നത്. ഈ ഒരു ട്രെയിൻ കടന്നു പോകുന്ന റൂട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ബാംഗ്ലൂരിലെ യശ്വന്തപൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ ഈ ഡൽഹിയിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. ഡൽഹിയിലേക്കല്ല, രാജസ്ഥാനിലേക്കുള്ള യാത്രയാണ് ശരിക്കും. പക്ഷേ ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഈ വന്ന ട്രെയിനിൽ ഡൽഹിയിലേക്ക് കയറി പോവാൻ പോവുകയാണ്. ത്രീ ടയർ AC-ൽ BE1 എന്ന് പറഞ്ഞ കോച്ചാണ് ഞാൻ എടുത്തത്. ഈ ഒരു കോച്ച് ഈ ട്രെയിനിന്റെ ആദ്യ ഭാഗത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എപ്പോഴും ആ ഒരു ക്യാൻറ്റീൻ്റെ അടുത്ത് തന്നെ ബോഗികൾ ബുക്ക് ചെയ്യണതാണ് ഏറ്റവും നല്ലത്. ഇതാണ് നമ്മുടെ കോച്ച്. പഴയ കോച്ചും കാര്യങ്ങളൊക്കെയാണ്, വലിയ സെറ്റപ്പ് ഒന്നുമില്ല, എങ്കിലും ബാത്റൂമും കാര്യങ്ങളാണ് നോക്കേണ്ടത്. ശരിക്കും ബാത്റൂമൊക്കെ വലിയ വൃത്തിയുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. പെയിന്റും കാര്യങ്ങളൊക്കെ പോയി ഫുൾ അഴുക്ക് പിടിച്ചിരിക്കുന്ന ഒരു ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ്. AC-ൽ മാത്രമേ ഈ പില്ലോയും ബെഡ്ഷീറ്റൊക്കെ കിട്ടുള്ളൂ കേട്ടോ. 1 മണിക്കൂറോളം പോസ്റ്റ് ഉണ്ട് ഈ ഒരു ട്രെയിൻ. 1 മണിക്കൂർ പിടിച്ചിട്ടിട്ടാണ് ഇവിടുന്ന് യശ്വന്തപൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ ട്രെയിൻ എടുക്കണം കേട്ടോ. അപ്പോൾ ധൃതി പിടിച്ചൊന്നും ആരും ഓടി ഉടനെ വരണ്ട. ഇത് പതിയെ പോണൊരു ട്രെയിനാണ് സ്റ്റേഷനിൽ നിന്ന് തന്നെ. ഡൽഹി എത്തുമ്പോൾ ഇവർ പിടിക്കും. അങ്ങനെ ഇത്രയും സംസ്ഥാനങ്ങളിലൂടെയാണ് നമ്മുടെ ഈ ഒരു യാത്ര കടന്നു പോകുന്നത്. ഓരോ സ്ഥലങ്ങളിലേക്ക് ചെല്ലും തോറും കാഴ്ചകൾ മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ ഞാൻ എടുത്തേക്കണം വിൻഡോ സീറ്റാണ്, അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ടിരുന്ന് പുറത്തെ കാഴ്ചകളെല്ലാം കാണാൻ പറ്റും. അങ്ങനെ ഇതാ രാജസ്ഥാനിലേക്കുള്ള യാത്ര ഇവിടുന്ന് തുടങ്ങിയേട്ടാ. നമ്മളിപ്പോൾ സ്റ്റേഷൻ കണ്ടില്ല, നമ്മൾ ബാംഗ്ലൂർ യശ്വന്തപൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കയറിയത്. ഇപ്പോൾ ഈ ഒരു ട്രെയിനിൽ നമ്മൾ ഡൽഹിയിലേക്കാണ് പോണത്. ഡൽഹിയിലേക്ക് പോകാൻ ഒരു പ്ലാനും ഇല്ലായിരുന്നു, പക്ഷേ നമുക്ക് രാജസ്ഥാനിലേക്കുള്ള ടിക്കറ്റ് കേരളത്തിൽ നിന്ന് തന്നെ ഒരു ട്രെയിനുള്ളൂ, അതിൽ കിട്ടാത്തത് കൊണ്ട് നമ്മൾ ബാംഗ്ലൂരിൽ വന്നതാണ്. ബാംഗ്ലൂരിൽ വന്ന് നമ്മൾ രാജസ്ഥാനിലേക്കുള്ള ട്രെയിൻ ട്രൈ ചെയ്തിട്ടും ജോധ്പൂരിലേക്കുള്ള സീറ്റ് കിട്ടിയില്ല. ജസ്റ്റ് 11:05 തന്നെ ഞാൻ ട്രൈ ചെയ്തതാണ്, പക്ഷെ അപ്പം തന്നെ സീറ്റ് എല്ലാം വെയിറ്റ് ലിസ്റ്റായി. പിന്നെ ഉണ്ടായിരുന്ന ഡൽഹിയിലേക്കുള്ള ട്രെയിനിന് നേരെ ടിക്കറ്റ് കിട്ടി. അതാണ് ഈ ട്രെയിൻ. ഈ ട്രെയിനിന് നേരെ ഡൽഹി ചെന്നിറങ്ങിയിട്ട് അവിടുന്ന് ജയ്സൽമീറിലേക്ക് അടുത്ത ട്രെയിനും അതും കൺഫേം ചെയ്തിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ പോകാനാണ് പ്ലാൻ. ഡൽഹിയിലേക്കുള്ള പ്ലാൻ നമ്മൾ യാത്രയ്ക്കുള്ള ഒരു പ്ലാനേ ഇല്ലായിരുന്നു, പക്ഷേ എങ്ങനെയോ നമ്മൾ കറങ്ങി തിരിഞ്ഞ് വീണ്ടും നമ്മൾ ഡൽഹിയിലേക്ക് തന്നെ പോകണത് ആദ്യം.
ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ കർണാടകയുടെ കാഴ്ചകളാണ്. കുറച്ച് മുന്നോട്ട് പോകും തോറും സംസ്ഥാനങ്ങൾ മാറിക്കൊണ്ടിരിക്കും, കാഴ്ചകൾ മാറിക്കൊണ്ടിരിക്കും. ഉച്ചയ്ക്ക് എടുത്ത ട്രെയിൻ ഇതാ കുറേ ദൂരങ്ങൾ പിന്നിട്ട് വൈകിട്ടായി. അങ്ങനെ ചായ കുടിക്കാൻ സമയപ്പോൾ ട്രെയിനിൻ്റെ ആദ്യത്തെ ചായയാണ് കുടിക്കാൻ പോണത്. എൻ്റെ കോച്ചിൽ മലയാളീസ് ആരുമില്ല, ഹിന്ദിക്കാരും കുറച്ച് കന്നഡക്കാരും, കൂടുതലും ഹിന്ദിക്കാർ തന്നെയാണ്. അപ്പുറത്തെ ഇപ്പുറത്തെ കോച്ചിൽ മലയാളികൾ ആരെങ്കിലൊക്കെ ഉണ്ടാന്ന് നോക്കാം. ഇനിയിപ്പോൾ 2 ദിവസത്തേക്കുള്ള കമ്പനി ആരുമില്ല. മലയാളീസ് ആരെങ്കിലും ഉണ്ടോ എന്നൊന്നും തപ്പി നോക്കാം. ഫസ്റ്റത്തെ ദിവസം രാത്രി എല്ലാവരും ഫുഡും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വന്നവരും പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്ന് വാങ്ങിയിട്ട് വന്നവരൊക്കെയാണ്. അങ്ങനെ ഫസ്റ്റത്തെ ദിവസം എല്ലാവരും രാത്രി ആയപ്പോൾ തന്നെ ഫുഡ് കഴിക്കലൊക്കെ തുടങ്ങി. അങ്ങനെ ട്രെയിൻ ഇതാ ഹുബ്ലി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമുള്ള റെയിൽവേ സ്റ്റേഷനാട്ടാ. ഇതിലും വലിയ പ്ലാറ്റ്ഫോമുള്ള റെയിൽവേ സ്റ്റേഷൻ ഞാൻ കണ്ടിട്ടില്ല. ഇതിലും വഴി യാത്ര ചെയ്യണവർക്ക് അറിയാൻ പറ്റുമോ, അത്ര നീളമുണ്ട്. ഒരു 2-3 ട്രെയിനൊക്കെ പിടിച്ചിടാൻ പാകത്തിനുള്ള നീളമുണ്ട്. അതുകൊണ്ട് ഈ ട്രെയിൻ ഏറ്റവും ഫ്രണ്ടിലേക്ക് പോയാൽ ഇതിന്റെ ബാക്കിലേക്ക് വീണ്ടും സ്പേസ് കിടക്കും. അങ്ങനെ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ ഇവിടെ ഒരു പേട, ഇങ്ങനെ ഒരു ഫേമസ് സാധനം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. അങ്ങനെ ഇത് എന്തായാലും വാങ്ങണം എന്നോർത്ത് നമ്മൾ കയറിയതാട്ടാ. എന്താ ദർവാദ് പേട എന്നാണ് ഇതിന്റെ പേര്. 100 രൂപയാണ് ഈ ഒരു ബോക്സിന്. ധാർവാഡ് പേട അല്ല. ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷൻ കർണാടകയിലെ തന്നെ വലിയ പ്ലാറ്റ്ഫോമുള്ള റെയിൽവേ സ്റ്റേഷനാണ്. ഭയങ്കര നീളം. ഞാൻ ആദ്യമായിട്ടാണ് ഈ വഴി യാത്ര ചെയ്യണത്. നമ്മൾ കർണാടക ബാംഗ്ലൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് കയറിയോണ്ടാണ് ഈ വഴി വരാൻ പറ്റിയത്. ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമുള്ള ഒരു സ്റ്റേഷനാണ് ഇത്. പ്ലാറ്റ്ഫോം ഇങ്ങനെ നീണ്ടു നിരന്ന് കിടക്കേ. ഇവിടുന്ന് കിട്ടിയ ഒരു സാധനോട്ടോ ഇത്. ഒരു പേടയാണ്. അടിപൊളി നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റവും. ഹുബ്ബള്ളിയിലെ സ്പെഷ്യൽ സാധനം ദർവാദ് പേട. ഈ വഴി പോണവരെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതാണ് സാധനം, ഫേമസ് ദർവാദ് പേട. ഇങ്ങനെ ഇരിക്കും. നമ്മുടെ ട്രെയിനിലെ ബാക്കിൽ പിന്നെ 2 സെക്കൻഡ് ക്ലാസ് ആട്ടുള്ളത്. സെക്കൻഡ് ക്ലാസ്സിലെ അവസ്ഥയാണ് ഈ കാണാൻ പറ്റുന്നത്. വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഈ ട്രെയിൻ പോണത്. കയറിയപ്പോൾ മുതൽ എനിക്ക് തോന്നുന്നു വലിയ തിരക്കില്ലെന്ന് തോന്നുന്നു ഇതിന്. എൻ്റെ ട്രെയിനിൻ്റെ നേരെ അപ്പുറത്ത് സെക്കൻഡ് ക്ലാസ് ആണ്. അതുകൊണ്ട് ഈ ബായിനെ വിളിച്ച് ഞാൻ ഇതിൻ്റെ ഡോറ് ക്ലോസ് ചെയ്യിപ്പിച്ച്. കാരണം രാത്രിയാകുമ്പോൾ ഇവർ ഇപ്പുറത്തേക്ക് കയറി വന്നു കഴിഞ്ഞാൽ മോഷണ ശ്രമങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവനെ കൊണ്ട് ഞാനിത് ക്ലോസ് ചെയ്യിപ്പിച്ച് രാത്രി ആയപ്പോൾ. ഇനിയിപ്പോൾ എല്ലാവരും രാത്രി ആയിക്കഴിഞ്ഞാൽ ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എല്ലാവരും ഉറങ്ങാനുള്ളൊരു മൂഡായിരിക്കും. അപ്പോൾ ഈ സെക്കൻഡ് ക്ലാസ്സിൽ നിന്നുള്ള യാത്രക്കാർ സീനാണ്. രാത്രി സമയത്ത് ട്രെയിനിൻ്റെ അകത്ത് കയറി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനം എടുത്തുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. കണ്ട രാത്രി ട്രെയിനിൻ്റെ ഉള്ളിൽ ലൈറ്റും കാര്യങ്ങളും ഓഫാക്കി എല്ലാവരും കിടന്ന്. രണ്ടാമത്തെ ദിവസം രാവിലെ എണീറ്റപ്പോഴുള്ള കാഴ്ചകളാണ്. ബായി വന്ന് നിലമൊക്കെ അടിച്ചു തൂത്ത് ക്ലീൻ ആക്കുന്നുണ്ട്. ട്രെയിൻ നല്ല നീറ്റാണ് ക്ലീൻ ആക്കുന്നുണ്ട്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഏതോ ഒരു സ്റ്റേഷനിലൂടെയാണ് ട്രെയിൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.
രാവിലെ എണീറ്റ് പോയി ബ്രഷ് ചെയ്തിട്ട് വന്ന് തിരിച്ചിരുന്നപ്പോൾ തന്നെ ചായ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ചായയും കുടിച്ച് രാവിലെ 2 സമൂസ. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. വേറെ ഒന്നും തന്നെ ട്രെയിനകത്തുനിന്ന് കഴിക്കാനായിട്ടുള്ള പ്ലാൻ ഇല്ല. മാക്സിമം ഫുഡ് ഒഴിവാക്കുക എന്നുള്ളതാണ് ട്രെയിൻ യാത്രയിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഇല്ലെങ്കിൽ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തുമ്പോൾ ഫുഡ് പോയിസൺ അടിച്ച് കിടന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാസിപേട്ട് റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഈ ട്രെയിൻ നിർത്തിയേക്കണത്. ഇത് തെലങ്കാനയിലുള്ളൊരു റെയിൽവേ സ്റ്റേഷനാട്ടോ, കാസിപേട്ട്. എല്ലാവരും പുറത്തിറങ്ങി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ട്രെയിനകത്തേക്ക്. ട്രെയിനിൻ്റെ അകത്ത് കൊണ്ടുവന്നതിലും നല്ല സാധനങ്ങൾ സ്റ്റേഷനിലെത്തുമ്പോൾ പുറത്ത് കിട്ടും. അങ്ങനെ ഇതാ കാസിപേട്ട് ജംഗ്ഷനിൽ നിന്നും ട്രെയിൻ എടുക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ തെലങ്കാനയിലൂടെയാണ് നമ്മുടെ യാത്രകൾ കടന്നു പോയിക്കൊണ്ടിരിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ മഹാരാഷ്ട്രയിലുള്ള ഒരു സ്റ്റേഷനിലെത്തിയേക്കണം. ഈ സ്റ്റേഷൻ്റെ പേര് ബൽഹാർഷ എന്നാണ് ഈ ഒരു സ്റ്റേഷൻ്റെ പേര്. ഇത് മഹാരാഷ്ട്രയിലാണ് കേട്ടോ ഈ ഒരു സ്റ്റേഷൻ. ഇവിടുത്തെ പ്ലാറ്റ്ഫോമിൽ വലിയ തിരക്കൊന്നും കാണാനില്ല. നമ്മൾ കേട്ടിട്ട് പോലും ഇല്ല ഈ ഒരു പേര്. ട്രെയിൻ യാത്രയിൽ എൻ്റെ പ്രധാന ഭക്ഷണമാണ് പഴമാകുമ്പോൾ ഒരു സീനുമില്ല, വിശ്വസിച്ച് കഴിക്കാം. ഇത് കുറേ സ്റ്റോർ ചെയ്ത് വെച്ച് പഴം കഴിക്കൽ തന്നെയാണ് ട്രെയിൻ യാത്രയിലെ പ്രധാന പരിപാടി. ഇതാണ് മഹാരാഷ്ട്രയിലെ ബൽഹാർഷ റെയിൽവേ സ്റ്റേഷനിലെ കാഴ്ചകൾ. ഇനി നമ്മൾ ഇവിടുന്ന് ട്രെയിൻ എടുത്ത് ഇനി പോകാൻ പോവുകയാണ്. ഇനി അടുത്ത സ്റ്റേഷനുകൾ ഇതുപോലെ എത്രയോ സ്റ്റേഷനുകൾ കണ്ടാണ് നമ്മൾ ഈ യാത്ര മുന്നോട്ട് പോകാൻ പോണത്. റെയിൽവേ സ്റ്റേഷനുകൾ മാത്രം 45 മണിക്കൂർ കാണുന്ന ഒരു യാത്രയാണിത്. എത്രയോ റെയിൽവേ സ്റ്റേഷനുകൾ. രണ്ടാമത്തെ ദിവസമൊന്നും ആരും തന്നെ അധികം ഇരിപ്പുണ്ടാവില്ല. എല്ലാവരും ഫുള്ള് കിടപ്പ് തന്നെ ഇരിക്കും. ഫോണിൽ സിനിമ കാണലും പാട്ട് കേൾക്കലും ഗെയിം കളിക്കലൊക്കെ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. എല്ലാവരും കിടപ്പ് തന്നെ. ഇനി നമുക്ക് അടുത്ത സ്റ്റേഷൻ വന്നത് നാഗ്പൂരാണ്. നാഗ്പൂർ മഹാരാഷ്ട്രയിലാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഭോപ്പാലി. ഒരുപാട് സ്റ്റേഷനുകളിൽ ഈ ട്രെയിൻ നിർത്തൂല കേട്ടോ. വളരെ കുറച്ച് സ്റ്റേഷനുകളിൽ മാത്രമേ ഈ ഒരു ട്രെയിൻ നിർത്തണുള്ളൂ. കോച്ചിൻ്റെ തൊട്ടടുത്തുള്ള സ്ലീപ്പറല്ല, സെക്കൻഡ് ക്ലാസ് കോച്ചാണിത്. ഇതിൽ വലിയ തിരക്കില്ല കേട്ടോ ഈ ഒരു ട്രെയിനിൽ. ഇതിൽ സ്റ്റേഷനിൽ എല്ലായിടത്തും നിർത്താത്തത് കൊണ്ടാണ് മെയിനായിട്ടുള്ള സ്റ്റേഷനുകളിൽ മാത്രമേ ഈ ഒരു ട്രെയിൻ നിർത്തണുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തുള്ള സീറ്റുകളൊക്കെ കണ്ടില്ലേ, ഇഷ്ടംപോലെ സീറ്റ് ഫ്രീയും ഉണ്ട്. ഈ ഒരു അവസ്ഥയിൽ ഇത്രയും ദൂരെ പോണ ഡൽഹി പോണ ട്രെയിനിലൊക്കെ നല്ല തിരക്ക് വരേണ്ടതാണ് ശരിക്കും ഭായിമാർ. പക്ഷേ ഇതിൽ ഇഷ്ടംപോലെ സീറ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിനടുത്തേക്ക് എത്താനായിട്ടുണ്ട്. അങ്ങനെ ഗ്രാമീണ കാഴ്ചകളൊക്കെ മാറി ഇനി നഗരത്തിലേക്ക് എത്തിയൊരു കാഴ്ചകളാണ് നമുക്ക് കൂടുതലും കാണാൻ പറ്റുന്നത്. കൂടുതലും ഫ്ലാറ്റുകളും വില്ലകളൊക്കെയാണ് ഈ ട്രെയിനിലിരുന്ന് കാണാൻ പറ്റുന്നത്. നാഗ്പൂർ റെയിൽവേ സ്റ്റേഷൻ അത്യാവശ്യം വലിയ റെയിൽവേ സ്റ്റേഷനാണ്. നല്ല തിരക്കുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ്.
ഇതിന് മുമ്പേ ആ നാഗ്പൂർ വന്നപ്പോൾ ഇവിടുന്ന് ഒരു മീൽസ് വാങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു. പുറത്തുനിന്നാണ് വാങ്ങിയത്. അങ്ങനെ ഇവിടെ ഇന്നും പുറത്ത് നല്ലൊരു മീൽസും വെച്ചിട്ടുണ്ട്. പിന്നെ എഗ് ബിരിയാണി സമൂസയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഒരു മീൽസ് എടുക്കുകയാണ്. 70 രൂപേൻ്റെ മീൽസ് ആട്ടോ അതിനകത്ത്. 2 ചപ്പാത്തിയും കറിയും സാധനങ്ങളൊക്കെ ഉണ്ട്. 70 രൂപയൊക്കെ വലിയ കുഴപ്പമില്ല. ട്രെയിനിൻ്റെ അകത്ത് കിട്ടുന്നതിനെക്കാട്ടി ടേസ്റ്റും ഉണ്ടാവും, വിലയും കുറവാണ്. ഓരോ സ്റ്റേഷനിലും പുറത്തുനിന്ന് വാങ്ങുന്ന ഭക്ഷണങ്ങൾക്ക് ഒരു പ്രത്യേകതരം ടേസ്റ്റ് തന്നെയാണ്. ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ പണി കിട്ടും, ചില സ്ഥലങ്ങളിൽ നല്ലത് കിട്ടും. നാഗ്പൂരിൽ നിന്ന് ഇതിനു മുമ്പ് വാങ്ങിയിട്ട് നല്ലതായതുകൊണ്ടാണ് ഇവിടുന്ന് വീണ്ടും വാങ്ങിയതിട്ടാ. ഇതാണ് 70 രൂപേൻ്റെ മീൽസ്. ഇതേപോലത്തെ മീൽസ് ഒന്നും നമുക്കിനി മുമ്പോട്ട് പോകുന്തോറും കിട്ടൂല. ചോറിൻ്റെ അളവൊക്കെ വളരെ കുറയും. बिरयानी, चिकन बिरयानी, वेज थाली, खाना खाना. ഇനി നമുക്ക് അടുത്ത സ്റ്റേഷൻ വന്നത് ഭോപ്പാലാണ്, മധ്യപ്രദേശിലാണ്. ഭോപ്പാൽ റെയിൽവേ സ്റ്റേഷന്റെ കാര്യം പറയണ്ടല്ലോ. ഇപ്പൊ നമ്മള് നാഗ്പൂർ കഴിഞ്ഞിട്ടാ. നല്ല തണുപ്പായിട്ടുണ്ട്. ഇത് ഞാൻ ഡെക്കാത്തലോണിന്ന് വാങ്ങിയ വിന്റർ ജാക്കറ്റാ. ഏകദേശം ഒരു 3000 തന്നെ ജാക്കറ്റാ. ഇപ്പൊ നോർത്തിലേക്കൊക്കെ ഇപ്പൊ വരുന്നവർ ജാക്കറ്റ് വാങ്ങാതെ വരരുത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ജാക്കറ്റ് വേണം. നല്ല തണുപ്പാ. നാഗ്പൂർ കഴിഞ്ഞോളൂ. ഇനി അങ്ങോട്ട് ഡൽഹിയിലേക്കൊക്കെ ചെന്നിറങ്ങുമ്പോൾ അത്യാവശ്യം നല്ല തണുപ്പായിരിക്കും. അപ്പൊ മാക്സിമം നല്ല വിന്റർ ജാക്കറ്റ് ഒക്കെ വാങ്ങിയിട്ട് വേണം വരാനായിട്ട്. അങ്ങനെ ഈ യാത്രയിൽ പരിചയപ്പെട്ടതാണ് ഇവർ രണ്ടും. ഒരാൾ ഡൽഹിയിലുള്ള ആളും ഒരാള് ഹിമാചലിലുള്ള ആളുമാണ്. നമ്മളിപ്പോ നാഗ്പൂർ കഴിഞ്ഞ് ഇനി അങ്ങോട്ടുള്ള നാളെ രാവിലെ നമ്മൾ ഡൽഹിയിലെത്തും. ഇന്ന് 2ാമത്തെ ദിവസം രാത്രിയാണ്. 2ാമത്തെ ദിവസം രാത്രിയാണ് നമ്മൾ ഉറങ്ങാതെ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. കാരണം ഈ നാഗ്പൂർ കഴിഞ്ഞ് പിന്നെ ഭോപ്പാൽ അങ്ങോട്ടുള്ള സ്റ്റേഷനുകളിൽ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ സാധനം പോകും. രാത്രി മോഷണങ്ങൾ പതിവായിട്ട് നടക്കുന്ന ഒരു റൂട്ടാണിത്. അപ്പോൾ ആ 2ാമത്തെ ദിവസം നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഡൽഹിയിലേക്ക് വരുന്നവർ ഈ റൂട്ടിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫോണ്, ലഗേജ്, കാര്യങ്ങളെല്ലാം. അപ്പൊ നാളെ രാവിലെ ഇനിയിപ്പോ മൊത്തം 4 സ്റ്റേഷനുള്ളൂ. 4ാമത്തെ സ്റ്റേഷൻ നാളെ രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഡൽഹിയിൽ എത്തുമായിരിക്കും. അപ്പൊ ഇന്നത്തെ ദിവസം രാത്രി നമുക്ക് പല കാഴ്ചകളും കാണാൻ പറ്റും. എന്തൊക്കെ സംഭവങ്ങൾ ഓരോ പ്രാവശ്യം എൻ്റെ യാത്രയിൽ ഈ ഒരു റൂട്ടിൽ ഓരോരോ സംഭവങ്ങൾ നടന്നായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ രാത്രി നമുക്ക് കണ്ടറിയാം എന്തൊക്കെ നടക്കും എന്നുള്ളത്. അറിഞ്ഞു കഴിഞ്ഞേ ഉള്ളു. അപ്പൊ തന്നെ അടുത്ത സംഭവം ഇതാ ഇവിടെ നടന്നു. കുറെ ആൾക്കാർ നമ്മുടെ ട്രെയിനിൻ്റെ അകത്തുനിന്ന് ട്രെയിനിന്റെ ചെയിൻ വലിച്ചിട്ട് ട്രെയിനിന്റെ അകത്ത് ഇറങ്ങിപ്പോയി രാത്രിയായപ്പോ. लोको पायलट नीचे आ गया सामने. जूम करो, जूम जूम. കുറെ പേരുണ്ടായിരുന്നു. എല്ലാരും കൂടി ഇറങ്ങി ഓടി ട്രെയിനിന്റെ അകത്തുനിന്ന്. किसी ने चेन खींच दी और भाग रहे हैं अभी यहाँ से. पुलिस वाले आएंगे, दिखाओ इनको. अब पुलिस वना? हाँ, पुलिस विल चेज नाउ. See, सुनो, the local pilot will call someone from this side pull the chain. നമ്മുടെ ട്രെയിനിൽ രാത്രിയായപ്പോ കുറച്ച് ആൾക്കാർ ചെയിൻ വലിച്ചിട്ട് നേരെ ഇറങ്ങി ഓടിയ. ഒരു 10-20ഓളം ആൾക്കാരുണ്ട്. ഫുള്ള് ഇറങ്ങി ഓടിയ. എന്നിട്ട് ട്രെയിൻ ഇപ്പൊ നിന്ന് കിടക്കും. ഇപ്പൊ പോലീസ് വന്നാലേ ഇനി ട്രെയിൻ എടുക്കാൻ പറ്റുള്ളൂ. Someone pulled the chain. We are currently at Amla Junction. Someone pulled the chain and the train has just stopped on with the emergency brakes on, and they have ran out from the train, and now the loco pilot is searching for them, as well as the station master is also searching for them. And the police sir. പോലീസ് And the running one more guy. പോലീസുകാർ വന്നവർ ഈ ട്രെയിനിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങി ഓടിയവരുടെ പുറകെ പോലീസുകാരും പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ട്രെയിൻ ഇവിടുന്ന് എടുക്കാൻ പോയാണ്. നമ്മളിപ്പോൾ നിർത്തിയിട്ടേക്കണ സ്ഥലം കണ്ട കറക്റ്റ് ഇൻഡോർ ഭോപ്പാലിന് അടുത്തായിട്ടാണ്. രാത്രി ആയിക്കഴിഞ്ഞാൽ ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫാക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ലഗേജൊക്കെയാണ് ആൾക്കാർ എടുത്തിട്ട് പോകണമെങ്കിൽ പോയതാണ്. 12 മണിയായി. നമ്മൾ ഭോപ്പാൽ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് എത്തിയേക്കണത്. ഭോപ്പാൽ റെയിൽവേ സ്റ്റേഷൻ ഭയങ്കര ക്രൗഡുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതും കൂടിയുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്. വളരെയധികം മോഷണങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ട്രെയിനിൻ്റെ അകത്ത് തന്നെ കേരളത്തിൽ നിന്ന് തന്നെ കേരള എക്സ്പ്രസ്സിലൊക്കെ ഒരുപാട് പേരുടെ സാധനങ്ങളൊക്കെ പോയിട്ടുണ്ട് ഈ ഒരു സ്റ്റേഷനിൽ നിന്ന്. ഫോണ്, ലഗേജ്, പല സാധനങ്ങൾ.
ഭോപ്പാൽ റെയിൽവേ സ്റ്റേഷനിലെ ഇവിടുത്തെ എന്തെങ്കിലും സാധനങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്നുള്ളൊരു പരിപാടിയാണ്. ബ്രെഡ് ഓംപ്ലേറ്റ് എന്തായാലും വേണ്ട. പിന്നെ ഉള്ളത് എന്താ, ബിസ്ക്കറ്റും സാധനങ്ങൾ, ലേസും സാധനങ്ങൾ, അതും എന്തായാലും വേണ്ട. പിന്നെ ഇതാ ഇവിടെ ചപ്പാത്തി ഉണ്ട്, എന്തോ റൈസ് ഉണ്ട്, പിന്നെ ഇവിടെ എന്തോ ഒരു സാധനം, ഇത് നമ്മുടെ പത്തിരി പോലെ ഒരു സാധനം. ഇത് കൊള്ളാൻ സംഭവം, കണ്ടിട്ട് കാണാൻ സംഭവം, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇതാ ബ്രെഡ് ഓംപ്ലേറ്റ് ഒക്കെ അടിച്ച് നല്ല ആവി പറന്നുകൊണ്ടിരിക്കുക, നല്ല തണുപ്പത്ത് നല്ല ചൂടുള്ള സാധനമാണ് കേട്ടോ. ഇതൊക്കെ കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇവിടുന്ന് ഈ സമയത്ത് രാത്രി 12 മണിക്ക് നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ. നമ്മൾ ഈ മധ്യപ്രദേശ്, ഈ ഡൽഹി, അങ്ങനെയുള്ള ഈ നോർത്തിലേക്ക് തന്നെ പല സ്ഥലങ്ങളിലും ചായക്കടകളിലും റെയിൽവേ സ്റ്റേഷൻ പരിസരത്തൊന്നും വീഡിയോ എടുക്കാൻ ആരും സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് നിന്ന് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കണത്. കൂടുതൽ ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റില്ല. അങ്ങനെ ഇതാ 3-ാമത്തെ ദിവസം രാവിലെ നല്ല മഞ്ഞാണ് കേട്ടോ. ഇവിടെയൊക്കെ നല്ല തണുപ്പാണ്. ഏകദേശം നമ്മൾ നിസാമുദ്ദീൻ എത്താറായി തോന്നുന്നു, ഡൽഹി എത്താനായി തോന്നുന്നു. രാത്രി 12 മണിക്ക് ഭോപ്പാലിൽ നിന്ന് കയറി കിടന്നതാണ്. പിന്നെ എണീക്കണത് രാവിലെ ഈ സമയത്താണ്. എണീറ്റ് നോക്കുമ്പോൾ നല്ല കോടമഞ്ഞ് പുതച്ച നോർത്ത് ഇന്ത്യ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാഴ്ച ഇതിനേലും നല്ല കോടമഞ്ഞൊക്കെ കാണാൻ പറ്റും. ഇപ്പം ശരിക്കും കുറവാണെന്ന് പറയാം. അടുത്ത മാസം ജനുവരിയിലൊക്കെ വരാൻ നേരം ഫുള്ള് കോട തന്നെ ആയിരിക്കും ഈ ഒരു റൂട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ചെല്ലുന്നത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. നല്ല തണുപ്പായില്ലേ. ഡോറൊന്നും തുറന്ന് ഇതേപോലെ വന്ന് നിൽക്കാൻ പറ്റില്ല. ഡോറിന്റെ സൈഡിൽ നല്ല മഞ്ഞാണ്, കൈയൊക്കെ മരച്ചു പോണത്തെ ഒരു അവസ്ഥയാണ്. മൂക്കിന്റെ ഉള്ളിലേക്കൊക്കെ കടിച്ചു കയറി. അതുകൊണ്ട് നേരെ ഡോറ് കൂട്ടി പുതച്ചു മൂടി വന്നിരിക്കുകയാണ് ട്രെയിനിൻ്റെ അകത്ത്. അകത്തും AC, പുറത്ത് അതിനും വലിയ തണുപ്പ്. AC-ക്കകത്ത് ഇരിക്കണോണ്ട് ചെറിയൊരു ചൂടുള്ള പോലെ തോന്നുന്നുണ്ട്. ശരിക്കും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നല്ല കോടമഞ്ഞാണ്. നോർത്ത് ഇന്ത്യയിലൂടെയുള്ള ഈ ഒരു സമയത്തെ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാ, ഫുള്ള് തണുപ്പായിരിക്കും ഈ ഒരു സമയത്ത്. അത് കണ്ടില്ലേ, ഫുള്ള് കോടയാണ്. ഒരുപാട് ഫ്രണ്ടിലേക്കൊക്കെ നോക്കാൻ നേരം. അങ്ങനെ ഇതാ ഡൽഹി എത്താനായപ്പോൾ ഫുള്ള് വൃത്തികേടായ സ്ഥലങ്ങളാണ് കാണാനുള്ളത്. ഫുള്ള് മാലിന്യ കൂമ്പാരങ്ങളും അഴുക്ക് ജാലുകളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത്ര നേരം മനോഹരമായ സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഡൽഹിയിലേക്ക് എത്താനായപ്പോൾ ഇത് കണ്ടില്ലേ, ഫുള്ള് അഴുക്കും കാര്യങ്ങളും. ഒരു വൃത്തിയില്ലാത്തൊരു സ്ഥലമാണ് ശരിക്കും ഈ ഡൽഹി എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ വന്നിറങ്ങിയേ എവിടെയെങ്കിലും പോകേണ്ടി വരുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഡൽഹിയിലേക്ക് വന്നിറങ്ങുന്നത്. അങ്ങനെ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമ്മളിതാ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവരൊക്കെ ഇവിടുന്ന് പിരിയും. ഒരാൾ ഹിമാചലും ഒരാൾ ഡൽഹിയാണ്. എല്ലാവരും കേരളത്തിൽ നിന്ന് തന്നെ ഈ ഒരു നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ആയിരിക്കും വന്ന് ഇറങ്ങണത്. ओके गाइस, अब मैं चलता हूँ घर और भाई जाएगा अपना राजस्थान. റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി അവിടുന്ന് അപ്പം തന്നെ ഒരു ചായ കുടിച്ച് നോക്കണം. അതാണ് ഏറ്റവും വലിയൊരു വൈബ്. അങ്ങനെ നമ്മളിതാ നിസാമുദ്ദീനിലെ ചായയാണ് കുടിക്കുന്നത്. ഇവിടുന്ന് രാജസ്ഥാനിലേക്കുള്ള യാത്ര ഇന്ന് തന്നെ തുടങ്ങിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.